ആ അല്ല പിന്നെ കേറി 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 തട്ടിയില്ലാന്ന് പറഞ്ഞ് വരുവാണ് ഗൈസ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാട്ടോ. ഓ എന്റെ പൊന്നോ, അവിടെ തട്ടും കേട്ടോ. പിന്നെ അല്ല വിഞ്ചി വിട്ടത് നമ്മളങ്ങ് കേറി ഗൈസ്. അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റുഡിയോ ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടാറ് സാധനം കൊണ്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു വലിയ മാൻട്രക്ക് കൊണ്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന അത്രയും വലിയ സൈസുള്ള ഒരു ട്രെയിലറാണ് ഗൈസ്. ഇതിനകത്ത് കുറെ സ്പെയർ പാർട്സും കാര്യങ്ങളും ഒരു കമ്പനിക്ക് വേണ്ടുന്ന കുറെ സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്തിട്ടുള്ള ഒരു വലിയ ട്രെയിലറാണ് നമ്മളിന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. അത്യാവശ്യം നല്ല പവറുള്ള ഒരു ട്രക്ക് വേണം നമുക്ക് ഇതിന് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാൻ ട്രക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഓവർ സൈസ് ലോഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതിന്റെ ഫ്രണ്ടിൽ. അതുപോലെ ഡ്രൈവർ ഉറക്കമാണ്, നമ്മളിപ്പോൾ തട്ടി എണിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ലൈറ്റും ബീക്കണും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അത്യാവശ്യം നല്ല ലോഡ് കയറ്റാനുള്ള വണ്ടിയാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ അമ്മാതിരിയുള്ള മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നമ്മൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സാഡിൽ ഹൈ വെച്ചിട്ടുണ്ട് ഗൈസ്. കാരണം ട്രെയിലർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ സാധനം അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് ഇറക്കി പണിത ഒരു വണ്ടിയാണ് ഗൈസ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഷിപ്പ് യാർഡിൽ നിന്നാണ് ആ സാധനം കയറ്റാനുള്ളത്. നമ്മുടെ തൊട്ട് പറകിലാണ് കേട്ടോ ഷിപ്പ് യാർഡ് ഉള്ളത്. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അത്യാവശ്യം അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. വലിയ സൗണ്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ, ഇത്രയൊക്കെ സൗണ്ടേ നമ്മുടെ വണ്ടിക്കുള്ളൂ. ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. എത്ര നേരം എടുക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അത്യാവശ്യം കുറെ നേരം എടുക്കുന്നതാണ് തോന്നുന്നത്. കാരണം അമ്മാതിരി ലോഡാണ് ഇതിൽ കയറാൻ പോകുന്നത്. വണ്ടി വലിക്കോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ മാൻ ട്രക്ക് ആയതുകൊണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക്, അത്യാവശ്യം നല്ല ലോഡൊക്കെ എടുക്കുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് അതിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഓഫ് റോഡ് ടയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വഴി കിടക്കുമെന്ന് പേടിക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കുറേ വണ്ടികളുണ്ടല്ലോ, നമ്മുടെ നമ്മുടെ ലാൻഡ് ക്രൂയിസർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഹെൽപ്പ് നമുക്ക് അത്യാവശ്യം വന്നാൽ എടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല ഗൈസ്. ഇതാ നടക്കുന്ന ഈ എമണ്ടൻ ട്രെയിലറാണ് കേട്ടോ നമുക്ക് കയറ്റാനുള്ളത്. ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കുറേ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു ട്രെയിലറാണ്. അപ്പോൾ ഇത് വേണം നമുക്ക് ലോഡ് ചെയ്യാനായിട്ട്. വണ്ടി ഒന്ന് കറക്റ്റ് സെറ്റാക്കി നിർത്തിട്ടാട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ ബാക്കിലുകൊണ്ട് കണക്ട് ചെയ്താലേ അത് കയറത്തുള്ളൂ. നമ്മൾ ബീക്കൺ ലൈറ്റൊക്കെ ഇട്ടായിരിക്കും പോണ കേട്ടോ. ഓക്കെ, ഞാൻ കണക്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചിലപ്പോൾ കണക്റ്റ് ആവും. അറ്റാച്ച് ട്രെയിലർ. ഓ എടാ പിടിച്ചു കേട്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. സംഭവം പിടിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വണ്ടി ചെറുതായിട്ട് അനക്കി നോക്കട്ടെ കേട്ടോ. മൊത്തം എടാ നല്ല ലോഡുണ്ട് കേട്ടോ ഈ സാധനം. നല്ല ലോഡെന്ന് വെച്ചാൽ നല്ല ലോഡുണ്ട്. എനിക്കറിയത്തില്ല, നമ്മൾ ഗിയറൊക്കെ വെച്ച് എടുക്കുന്നുണ്ട്. ഓ ലെറ്റ്സ് ഗോ ഗൈസ്. ഓവർ സൈസ്ഡ് ലോഡിന്റെ വാണിംഗ് ഒക്കെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതായത് എന്ത് സാധനമാണ് ഇത്? എൻ്റെ ആളി ഇതിന്റെ സൈസ് നോക്കിയേ. എൻ്റെ സ്ക്രീനിൽ തന്നെ നിൽക്കല്ല കേട്ടാ. അമ്മാതിരി സൈസാണ് ഗൈസ് ഇതിന്. ആളിയ താണ്ട സൈസ് നോക്കിയേ. എടാ ഇത് ഇതുവഴി വളഞ്ഞു പോവോടെ? എനക്കറിയത്തില്ല കേട്ടാ. വളയത്തില്ല മച്ചാനെ, നമ്മൾ ഒന്നുകൂടെ വളച്ചെടുക്കേണ്ടി വരും ഗൈസ്. ഇത് ഇമാതിരി സൈസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. തട്ടിയില്ലാന്ന് പറഞ്ഞ് വരുവാണ് ഗൈസ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അതേ തട്ടുമല്ലേ ഗൈസ്, തട്ടും. നമുക്ക് വന്ന വഴി തന്നെ റിവേഴ്സ് പോവാം. കാരണം അത് കുറേ ഒടിഞ്ഞാണ് ഇങ്ങോട്ട് എടുക്കാട്ടോ, അല്ലാതെ ഒടിയത്തില്ല. അതും അറിയാൻ കണക്കിനാട്ടാ നിൽക്കണേ. നമുക്ക് ആ സൈഡ് ഫുള്ള് കയറ്റിയിട്ട് വേണം ഇതെടുക്കാൻ, അല്ലാതെ ഇത് ഒടിഞ്ഞു വരത്തില്ല ഗൈസ്. കാരണം ഇത് അമ്മാതിരി സൈസ് ഉണ്ട് ഈ സാധനത്തിന്. നിങ്ങൾ കാണുന്ന പോലെയല്ല, ഈ സാധനത്തിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഈ സൈഡ് ഫുള്ള് എടുത്തിട്ട്
അങ്ങോട്ട് എടുക്കാട്ടോ, എന്നാലും ഇത് വരത്തുള്ളൂ, അല്ല വരത്തില്ല. ഈ വണ്ടിയാണെങ്കിൽ ഒടിയണമില്ലടാ, ഇത്രേ ഓടുകയുള്ളൂ ഗൈസ്. ആ പോട്ടെ പോട്ടെ പോട്ടെ, അത്രേ ഉള്ളൂ. ഓടിയത്തില്ല കേട്ടോ. ഓക്കെ സെറ്റ്, പോട്ടെ പോട്ടെ പോട്ടെ. ഇച്ചിരി സീനാട്ടോ, ഇച്ചിരി അല്ല ഗൈസ്, നല്ല സീനാണ് ഈ സാധനം. കൊണ്ടുപോകാൻ ഇച്ചിരി മെനക്കിടും നമ്മള്. ആ വരട്ടെ, ഇനി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടാ. ഇനി വരും ഇനി വരും ഇനി വരും, അത്രേ ഉള്ളൂ, ഇനി വരും. നല്ല ലോഡ് കേട്ടാ, കാണുന്ന പോലെ അല്ല. ഓ എൻ്റെ പൊന്നോ, അവിടെ തട്ടും കേട്ടാ, അവിടെ തട്ടും കേട്ടാ. എന്ത് സൈസറായി സാധനത്തിന്. ലെറ്റ്സ് ഗോ. ഇനി കുഴപ്പമില്ല കേട്ടോ, ഇനി കുറച്ച് വരെ നമുക്ക് വേറെ സീനൊന്നുമില്ല. പ്രശ്നമാണ് മാഷേ ഈ സാധനം. എങ്ങാനും നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുകയില്ല, അമ്മാതിരി സൈസ് കേട്ടോ ഇതിന്. ഓ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ മുകളിലൊരു ആൻറ്റിന ഉണ്ട് കേട്ടോ, പുതുതായിട്ട് വന്നൊരു ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് സെറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ പള്ളി, ഏതാ സാധനമില്ലേ. നമുക്ക് ഇവിടെ നിന്ന് താഴെ ഇറങ്ങണം കേട്ടോ. ഇറങ്ങി വന്നാൽ മതിയായിരുന്നു ഗൈസ്, വേറെ സീനൊന്നും ഇല്ലാണ്ട് ഇറങ്ങി വന്നാൽ മതിയായിരുന്നു കേട്ടാ. നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇതെങ്ങാനും മറിഞ്ഞു വീണാ പാടാട്ടാ. ഒളിയോ ആടി ആടി ആടി, എൻ്റെ അമ്മോ ഗൈസ്. നമ്മൾ മണലിറക്കാൻ പോവാണ്. മണലിറക്കി കഴിഞ്ഞാൽ പണിയാവുമെന്ന് അറിയത്തില്ല. മിക്കവാറും ഇത് പതഞ്ഞ് മറിയാൻ ചാൻസ് ഉണ്ട്. ഓ ഗൈസ്, മണലിൽ താഴ്ന്നു കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം, നമുക്കിത് ഓൾ വീൽ ഡ്രൈവ് ഇട്ട് തന്നെ ഓടിക്കാം കേട്ടോ, അല്ലെങ്കിൽ പണിയാവും ഇത്. പ്രശ്നമാവേ പിള്ളേരെ ഇത് നോക്കിക്കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളെ തലയിലാവും. എൻ്റെ പള്ളി, എന്ത് സാധനോടാ ഇത്. മറിഞ്ഞാ തീർന്ന്. ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കില്ല കേട്ടാ, കാരണം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ലെറ്റ്സ് ഗോ. മച്ചാ കൂളായിട്ട് ഓടിക്കാട്ടാ, തലയിലൊക്കെ കയ്യും വെച്ച്. പക്ഷെ നമുക്കാണ് റിസ്ക് ഗൈസ്. ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഫുള്ളും അനങ്ങുന്നില്ല വണ്ടി. ഇത്രയാണ് കേട്ടോ എൻ്റെ മാക്സിമം സ്പീഡ്. ഞാൻ ഫുള്ള് ത്രോട്ടിൽ ഇങ്ങനെ ഞെക്കി വെച്ചോണ്ടിരിക്കുക. ഇത്ര സ്പീഡിൽ പോയാൽ മതി കേട്ടോ, ഓവറായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കാണ് പണി. എടാ അവിടെ ഒരു ഇച്ചിരി ലേശം പ്രശ്നമുള്ള സ്ഥലമുണ്ട് കേട്ടാ, അവിടെ കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ലോ ഗിയർ ഇട്ട് കയറി നോക്കാം അങ്ങോട്ട്. നമുക്ക് ഒരുപാട് കടലിലോട്ട് ഇറക്കണ്ട കേട്ടാ, കാരണം ഒരുപാട് ഇറക്കി കഴിഞ്ഞാൽ ഒരു സൈഡ് കൊണ്ട് മറിയാൻ ചാൻസ് ഉണ്ട്. കേട്ടോ ഇപ്പോഴേ മറിഞ്ഞാ പോകുന്നേ. അളിയാ മറിഞ്ഞ്. എൻ്റെ അമ്മോ, എടാ ഇത് മറിയാനുള്ള ചാൻസ് കൂടുതലാട്ടാ. ജസ്റ്റ് ഒന്ന് ലാത്തി കഴിഞ്ഞാൽ മറിയും കേട്ടോ. എടാടാ ആ സാധനം ഇപ്പോഴേ മറിയാൻ വേണ്ടി ഇരിക്കുവോ പണ്ടാരം. കണ്ടാ കണ്ടാ കണ്ട, ഇപ്പോഴൊന്നും മൂന്നതേ ഉള്ളൂ. ഇത് മിക്കവാറും അവിടെ എത്തുന്നതിന് മുമ്പ് മറിയുന്ന കേട്ടോ തോന്നണേ. അഥവാ മറിയുവാണെങ്കിൽ നമ്മളൊരു കിടിലം വണ്ടി കൊണ്ടുവരണായിരിക്കും കേട്ടോ. ഓളിയോ, അങ്ങനെയൊന്നും പോവല്ലേടാ. ഈ സാമാനം ഉണ്ടല്ലോ. ഇല്ലല്ല, റിവേഴ്സ് പോ. വേണ്ട, പണിയാവും. അമ്മ ഇതെങ്ങനെയാടാ ഞാൻ എടുക്കും. കേറി വാ മച്ചാനെ. ഇത് മറിയാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇതെന്താ സാധനം. ഓ ഭാഗ്യം കേറിയാട്ടാ. ലെറ്റ്സ് ഗോ.
മച്ചവര് വിഞ്ചി കിട്ടിയപ്പോ അങ്ങ് പിടിച്ചു കയറിയാട്ടാ. അത്രേ ഉള്ളൂ. ഞാൻ തീർന്നെന്നാ വിചാരിച്ചേ. അല്ലല്ല, നമുക്കിവിടെ ലോ ഗിയർ മതി. നമുക്ക് പയ്യെ പോയാൽ മതി ചേട്ടാ. നമ്മള് കാണിക്കുന്ന അഹങ്കാരമായി പോകും ഗൈസ്. പതിയെ പോവാം. ഈ മച്ചാനെ കേറി വാടാ ഗൈസ്. ഒന്നുകൂടെ വിഞ്ചി കെട്ടി കൊടുക്കാട്ടോ. കേറി വാടാടേ, കേറി വാ, കേറി വാ, കേറി വാ. പിന്നല്ല വിഞ്ചി വിട്ടത് നമ്മളങ്ങ് കേറിയായി. അതൊക്കെ അത്രേ ഉള്ളൂ. അളി അവിടെ മറിയാൻ ചാൻസ് ഉണ്ട്. ഓ ഓ എന്റെ പൊന്നോ ഗൈസ്, നിർത്തിക്കഴിഞ്ഞാ വണ്ടി പതയും. നമ്മൾ പതയാൻ വിടത്തില്ല. നമ്മുടെ അടുത്താണ് കളി. അവിടെ ഇങ്ങോട്ട് കയറിക്കും. ഗൈസ്, നമ്മൾ എടുത്തുകൊണ്ട് വന്ന സ്ഥലം നമുക്ക് തെറ്റിപ്പോയി കേട്ടോ. ഈ വഴി വരണ്ടായിരുന്നു, നമുക്ക് വേറെ റൂട്ട് പിടിക്കായിരുന്നു. ഓ ഇനി എവിടെ നിന്നാണ് ഈ പണ്ടാരം കയറ്റേണ്ടേ? കുറച്ച് പോണം കേട്ടാ, കുറച്ചല്ല, നല്ല പോണം. ഗൈസ്, ലോ ഗിയർ. കാരണം ഇനി അങ്ങോട്ട് പ്രശ്നമുള്ള ഏരിയ. നമ്മൾ ലോ ഗിയർ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ലെറ്റ്സ് ഗോ. പണിപാളി. കുഴപ്പമില്ല കേട്ടാ, വന്നത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഈസി ആയിട്ട് കയറി വന്നു കേട്ടാ. എത്ര എടുത്തും അറിയേണ്ട ചാൻസ് ഉണ്ടായിരുന്നടാ ഇതിന്. നമ്മളെ വണ്ടി ചതിച്ചില്ല കേട്ടാ. ഗൈസ്, ഇവിടെ നിന്ന് എങ്ങനെയും മുകളിൽ കയറണോടാ. അടുത്ത ടാസ്ക് അതാണ്. ഞാനത് എങ്ങനെ കയറുമെന്ന് ഞാൻ ആലോചിക്കണേ. എനിക്ക് കയറുമെന്നും തോന്നണില്ല കേട്ടോ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഗൈസ്. എങ്ങാനും മറിഞ്ഞു പോയാൽ നമുക്ക് വേറൊരു ദിവസം ഒരു കിടിലം വണ്ടിയായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാം കേട്ടോ. മറിയോന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എൻ്റെ ഒരു എടാ പതഞ്ഞ അവിടെ. അയ്യോ വണ്ടി പതഞ്ഞ് ഗൈസ്. വണ്ടി ചെളിയിൽ അകപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടാ കേറി വാടാ മുത്തേ. അത്രേ ഉള്ളൂടാ. കേറി വാടാ മുത്തേ. പാറയിൽ പിടിക്കടാ. അത്രയുള്ള മച്ചാനെ. പിടിക്ക്. എടാ വിഞ്ചി വലിക്കാൻ പോലെയുള്ള സ്ഥലമില്ലടാ ഇവിടെ. ഞാൻ എന്തോ ചെയ്യാനാ ഇവിടെ നിന്ന്. എടാ വലിച്ചു പിടിക്കടാ സാധനം. പിടിച്ചേ. വേറെ വണ്ടി വിളിക്കേണ്ടി വരുമോ ഈശ്വരാ? ആ അല്ല പിന്നെ കേറി. ഗൈസ്, ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് അകത്ത് കയറേണ്ടത്. പക്ഷെ എനിക്ക് തോന്നണില്ല ഇതുവഴി കയറുമെന്ന്. വണ്ടി മറിയും കേട്ടോ ഉറപ്പായിട്ടും.
എടാ ഈ റൂട്ട് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ വണ്ടി മറിയും കേട്ടോ. ഞാൻ അതുകൊണ്ട് ആ റൂട്ട് എന്തായാലും എടുക്കണില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വേറെ റൂട്ടുണ്ട്, നമുക്ക് ആ റൂട്ട് കയറ്റി നോക്കാം. ലെറ്റ്സ് ഗോ. ഒന്നൊന്നായാലും നമുക്ക് ഇത് എത്തിക്കാൻ പറ്റിയ സെറ്റാണ് കേട്ടോ ഗൈസ്. ഇതിന്റെ സൈസോ കൂടാ, നമ്മള് ശരിക്കും ദൂരെ നോക്കിയാൽ ഇതിന്റെ സൈസ് അറിയാൻ പറ്റും കറക്റ്റ്. ആക്സിലേറ്റർ എവിടെയൊക്കെ വിട്ടാലും നമുക്ക് പണി കിട്ടും കേട്ടോ. അവിടെ ഞാൻ എന്തോ കാണിച്ചറ മണ്ടത്തിലായിപ്പോയി. എന്റെ പള്ളി ഐസ്, ഇത് മറിയാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ്. അങ്ങനെ പോലെ അത് കുടുങ്ങും. ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് റൂട്ട് കറക്റ്റ് സെറ്റ് ചെയ്യാട്ടോ. എനിക്ക് ഇവിടെ നിന്ന് കയറാനേ തോന്നണില്ല, അമ്മാതിരി സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഒട്ടും ശരിയാകത്തില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട്. ഞാൻ മാക്സിമം ഇതുവഴി പിടിക്കാൻ നോക്കും. ഇതുവഴി നമുക്കൊന്ന് പിടിച്ചു നോക്കാം കേട്ടോ. എടാ കയറി വാടാ, പിടിക്ക് ടയർ പിടിക്ക്. അത്രേ ഉള്ളൂ. സെറ്റ്. ലെറ്റ്സ് ഗോ മച്ചാനെ, അത്രേ ഉള്ളൂ. കളിയാ ഗൈസ്, ഇനി ഓഫ് റോഡാണേ.